ജാസ്മിന്റെ ഉപ്പ വന്നിട്ട് അവിടെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് ജാസ്മിനെ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്തൊക്കെ ഉണ്ടായാലും ഇനി ഒറ്റയ്ക്ക് നിന്നിട്ട് വേണം കളിക്കാനായിട്ട്. പുറത്തു പോയവരെ ആലോചിച്ചിരിക്കല്ല വേണ്ടത്. മോൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത്തയുണ്ട്, ഉമ്മയുണ്ട്, പൊന്നുണ്ട്, പിന്നെ മുത്തശ്ശിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. ആളെയും കുറിച്ച് പറയുന്നുണ്ട്. അവരൊക്കെ കുറിച്ച് ആലോചിക്കുക. അവരൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ മോൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാനാണ് വന്നത്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് വേണം ഗെയിം കളിക്കാനായിട്ട്. അത്തയ്ക്ക് വീണ്ടും ഇങ്ങോട്ട് വരാനുള്ള അവസരം ഉണ്ടാക്കണം. മോള് കപ്പെടുക്കണം. ഇനി എത്ര ദിവസങ്ങളുണ്ടെന്ന് ഉപ്പയ്ക്ക് അറിയില്ല. അപ്പോൾ അത്രയും ദിവസങ്ങൾ ഇനി അടിപൊളിയായിട്ട് വേണം ഗെയിം കളിക്കാൻ എന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഉപദേശിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഇനി പോടാ, പോടി അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. മൂത്തവരെ ബഹുമാനിച്ച് സംസാരിക്കാൻ പഠിക്കുക. അത് വിചാരിച്ച് എല്ലാവരും കൂടി മോൾ അറ്റാക്ക് ചെയ്ത് പോടി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മോൾക്ക് മറുപടിയൊക്കെ പറയാം. പക്ഷെ ബഹുമാനമില്ലാത്ത വാചകങ്ങൾ വിളിക്കരുത്. അങ്ങനെ വിളിക്കുമ്പോൾ അത് ബാധിക്കുന്നത് ഉപ്പയാണെന്ന് ഓർക്കുക എന്നൊരു കാര്യവും അവിടെ ഉപ്പ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പ കൂടിയുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടായാലും എന്തുണ്ടായാലും ഉപ്പയും കൂടിയുണ്ട്. ഉപ്പേരെ ഈ തോളത്ത് കിടന്നു കഴിഞ്ഞാൽ മോൾക്ക് തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. മോള് വിചാരിക്കുന്ന പോലെ പുറത്ത് മറ്റു പ്രശ്നങ്ങളും ഒന്നുമില്ല. എന്ത് വിചാരിച്ചിട്ടാണ് മോളിങ്ങനെ ടെൻഷൻ അടിക്കണേന്ന് അറിയില്ല. പക്ഷെ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് വന്നിട്ട് സംസാരിക്കാം. ഇവിടെ വെച്ച് നമുക്കതൊന്നും സംസാരിക്കാൻ പറ്റില്ല. പുറത്ത് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. മോള് ഒരു തരത്തിലും വിഷമിക്കേണ്ട. എല്ലാത്തിനും വാപ്പയും ഉമ്മയും കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ജാസ്മിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് വാപ്പ അവിടെ. പക്ഷേ ചീത്ത പറയുന്ന ഒന്നുമില്ല. പക്ഷെ ആ ഉപദേശത്തിൽ നിന്ന് തന്നെ അവിടെ ജാസ്മിനെ കാര്യം മനസ്സിലാക്കാം. ഗബ്രിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻ കട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവിടെ ജാസ്മിനെ കാര്യം മനസ്സിലാക്കാം. എന്താ വെച്ചാൽ പുറത്തു പോയവരെ ഇനി ആലോചിക്കണ്ട എന്നൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. പിന്നെ ഫോട്ടോ മാറ്റി, മാല മാറ്റി, പിന്നെ പറയുന്നത് എന്തിനും കൂടിയുണ്ട് ഈ ഫോട്ടോ നോക്കുക, വാപ്പയും ഉമ്മേനെയും കുറിച്ച് ചിന്തിക്കുക എന്നൊക്കെ കൃത്യമായിട്ട് അവിടെ വാപ്പ പറഞ്ഞു കൊടുക്കുന്നുണ്ട്.